ഹായ്. ഇപ്പോൾ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും പേര് പറഞ്ഞ് ആരെയൊക്കെ വേദനിപ്പിക്കാൻ നോക്കി നടക്കുന്ന ആളുകളാണ് അല്ലേ? ഇപ്പോൾ അടുത്തിടെ എൻ്റെ RLV രാമകൃഷ്ണൻ്റെ ഒരു വിഷയം പോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നുണ്ട്. ഈ തൊലിയുടെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ. നമ്മുടെ സൈനോര ഗായകയ്ക്കും അതേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, സൈനോര ഫിലിപ്പ് കേട്ടോ. അപ്പോൾ അവർ കുട്ടിക്കാലം മുതൽ ഇത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് മാനസിക സമ്മർദ്ദം അവർ ഏറ്റിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, അവർക്ക് തൊലി കറുത്ത് പോയത് അവരും തെറ്റല്ല അല്ലേ? അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഏറ്റിട്ടുണ്ടാവും അല്ലേ? ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുമാതിരി ഡാൻസിന് സെലക്റ്റഡ് ആയിട്ട് പിറ്റേന്ന് എൻ്റെ പേര് വിളിക്കാണ്ട് പോയി പിറ്റേന്ന് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞു എൻ്റെ അടുത്ത്, കാരണം അവിടെയുള്ള കുട്ടികളൊക്കെ നോക്കുക, അവർക്ക് നല്ല വെളുത്തിട്ടല്ലേ, എത്ര മേക്കപ്പ് ചെയ്താലും സൈനോറിന് അവരെ പോലെ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം എനിക്ക് 5ാം ക്ലാസ്സിലെങ്ങാണ്ടാണ് പഠിക്കുന്നുള്ളൂ. അപ്പം കുരുവിൻ്റെ അതേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് പറയുമ്പം അതേ ഫീലിങ്ങും വരുന്നുണ്ട്. ആ ടൈമിന് അതൊന്നും സംസാരിച്ചിട്ട് ഹീൽ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം ഇത് ആക്ച്വലി ഹാപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി എല്ലാവർക്കും പറയാനുള്ളത്, ഓൾറെഡി ഈ വേൾഡ് ഒരു കെയോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ട് ഇരിക്കുക. ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇപ്പം കണ്ടീഷണലി നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചിട്ടുള്ള ധാരണകൾ പലതും പൊളിച്ചു മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. കണ്ടോ, കുട്ടിക്കാലം മുതൽ അവർ മാനസികമായിട്ട് ഈ ഒരു സമ്മർദ്ദം ഏറ്റിരിക്കുകയാണ് അല്ലേ? അപ്പം അതേ ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവർക്കും വരും അല്ലേ? ഈ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും പേരിൽ. ഇപ്പോൾ തൊലി വെളുത്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ മനസ്സ് അത്രയും ക്ലിയർ ആയിരിക്കണമെന്നില്ല. കറുത്തവരും ഇത് തന്നെ ആയിരിക്കും അല്ലേ? തൊലി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ആക്ഷേപിക്കുക, കുട്ടിക്കാലം മുതൽ ഇത് അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സാഹചര്യമാണത്. നമുക്കത് അനുഭവിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അവർ ഏറ്റവും കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ പോലെ അവർ അനുഭവിച്ചിട്ടുണ്ടത് അല്ലേ? അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതിപ്പം നിങ്ങൾ കേട്ടല്ലോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി അങ്ങനത്തെ ഒരു കുട്ടീനെ കാണുമ്പം അല്ലെങ്കിൽ ഒരാളെ കാണുമ്പം നമുക്ക് കളിയാക്കാൻ തോന്നുമ്പോൾ നമ്മൾ കളിയാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര കറുത്തിട്ടായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു സമയത്ത് മുതൽ. അപ്പം ഓബ്വിയസ്ലി എപ്പോഴും ആൾക്കാർ കൂടുന്നിടത്തും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെളുത്ത കുട്ടികൾ, നല്ല ഭംഗിയുള്ള കുട്ടികൾ ശ്രദ്ധിക്കപ്പെടുമ്പം എന്നെപ്പോലെ കറുത്ത് മെലിഞ്ഞ് കാണാൻ തീരെ കൊള്ളില്ല എന്ന് ആൾക്കാർ പറയുന്നത്. അങ്ങനത്തെ കുട്ടികൾക്ക് ജീവിതം കുറച്ച് ബുദ്ധിമുട്ടാണ് ആക്ച്വലി. എന്നെ നഴ്സറി സ്കൂളിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊക്കെ എനിക്കറിയില്ല പറയണത്. നഴ്സറി സ്കൂളിൽ നിന്ന് ഞാൻ LKG അവിടെ പഠിക്കുമ്പം നമ്മൾ അവിടെ ഒരു സീസോ ഉണ്ട്. സീസോയിൽ കളിക്കാൻ വേണ്ടി ഓടും. ഞാൻ ചേർന്നിട്ടേ ഉള്ളൂ, പുതിയ ഫ്രണ്ട്സിന് ഉണ്ടാക്കണം. അപ്പോൾ 2-3 കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് സീസോയിൽ ഇരുന്നപ്പോൾ ഒരു കുട്ടിയുണ്ട്, അമൃതാണ് അവനെന്തോ പേര് പറഞ്ഞു, ഓർമ്മയില്ല. അത് പറഞ്ഞ് നീ നമ്മളോട് കളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ എന്ത് പറ്റി, എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവണമെന്നുണ്ട് എന്ന് പറഞ്ഞു. നീ നമ്മളോട് കളിക്കണ്ട, നീ ഭയങ്കര കറുത്തിട്ടല്ലേ, നമ്മൾ കറുത്ത കുട്ടികളോട് കളിക്കില്ല എന്ന് പറഞ്ഞു. ഈ 2-3 കുട്ടികൾ. അന്ന് ഞാൻ ഭയങ്കര ഷോക്കായി. ഞാൻ ചെന്ന് വീട്ടിൽ പോയിട്ട് ഭയങ്കര കരഞ്ഞു. ഞാൻ പറഞ്ഞു, മമ്മി എന്താണ് അതിനടുത്ത്, അങ്ങനെ കറുത്ത എന്താ പ്രശ്നമുണ്ടോ, അതെന്താ അവർ നമ്മളോട് കളിക്കാത്ത എന്നൊക്കെ പറഞ്ഞു. അന്ന് പറഞ്ഞു അവരെ കൂടെ കൂടണ്ട, അവർക്ക് മോക്ക് വേറെ ഫ്രണ്ട്സ് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡാഡി മമ്മിയെല്ലാം എല്ലാ ദിവസവും കരച്ചാലും ഫുള്ള് ഡീൽ ചെയ്തത്. ഡാഡി എല്ലാ ദിവസവും എൻ്റെ അടുത്ത് എടുത്തിട്ട് പറയും, മോളെ എൻ്റെ മിസ് യൂണിവേഴ്സ് അല്ലേ, ബാക്കിയുള്ളവർ പറയുമെന്ന് കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ 3 വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഭരതനാട്യം. അരങ്ങേറ്റമൊന്നും നടന്നിട്ടില്ല. അപ്പം അന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പഠിച്ചു. ഇത് പറയുന്നത് പേഴ്സണലി എൻ്റെ സ്കൂളിനെയോ അല്ലെങ്കിൽ പറഞ്ഞ ടീച്ചറിനെയോ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്, പൊതുവെ സമൂഹത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം എൻ്റെ സ്കൂളിൽ എനിക്ക് അങ്ങനെ വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പം സ്കൂളിൽ നിന്ന് പിന്നെ ഡാൻസ് സെലക്ഷൻ നടന്നു. ഡാൻസിൻ്റെ സെലക്ഷൻ നടന്നു. അപ്പം മാഷ് വന്നിട്ട് എന്നെ അത് സെലക്ട് ചെയ്തു. പിറ്റേന്ന് എൻ്റെ പേര് വിളിച്ചിട്ടില്ല പിന്നെ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞു, മിസ് ഞാൻ ഒന്ന് പോയിട്ട് പേരെന്തോ പ്രശ്നമുണ്ട്, എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പോയപ്പോൾ അവിടുത്തെ ഒരു മാമിൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ പേരില്ല എന്ന് പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞു, നോക്കൂ സൈനോര, അവിടെയുള്ള കുട്ടികളെല്ലാം നോക്കൂ, അവരൊക്കെ നല്ല വെളുത്തിട്ടല്ലേ, സൈനോര എത്ര മേക്കപ്പ് ചെയ്താലും അവരെ പോലെ ആവില്ല മോളെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്കൂളിന് പോയിൻറ്റ്സ് നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞു. അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്, അപ്പം എന്തോ ശരിക്കും പ്രശ്നമുണ്ട്. അപ്പം എൻ്റെ കൈ ഇങ്ങനെ കറുത്തതുകൊണ്ടും എൻ്റെ മുഖം ഇത്ര കറുത്തതുകൊണ്ടും ഒക്കെ എന്തോ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് അത് പ്രശ്നം?
തിരിച്ച് വീട്ടിൽ പോയി ഭയങ്കരമായിട്ട് കരഞ്ഞു. അതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്ക് പാട്ടിനെക്കാട്ടിയും കൂടുതൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു ഡാൻസ്. ഇപ്പോഴും അതെ. ഞാൻ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ മറ്റേ ചാച്ച, സുംബ, അങ്ങനത്തെ സാൽസ ഒക്കെ പോയിട്ട് വെറുതെ പഠിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടാലൻറ്റ് കൂടി മേ ബി എനിക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാണ്ടായത് അങ്ങനത്തെ ഒരു ഷോക്ക് കൊണ്ടാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം പിന്നെ അതിനുശേഷം കാണുന്നതും ചുറ്റും കേൾക്കുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയല്ലേ. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നിങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പെണ്ണ് എങ്ങനെ ഉണ്ടാ, പെണ്ണ് പോരാപ്പാ, ഓന് കുറച്ചും കൂടി നല്ല കളറുള്ള മഞ്ചത്തിനെ കിട്ടുമായിരുന്നു എന്ന് പറയും. അത് വളരെ ജനറലി പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ കറുത്തത് എന്നുള്ളൊരു സംഭവം മാത്രമല്ല, ഇപ്പം തടിച്ചിട്ടാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു രീതിയിലാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ആ ഒരു പെർസെപ്ഷൻ മാറണം. എങ്ങനെയാണ് ഒരാളെ എത്രയോ ഈ കോമഡി ഇതിലൊക്കെ ഞാൻ പോലും പോയിട്ടിരുന്ന് ചിരിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ തമാശ നമ്മളെല്ലാവരും ഇങ്ങനത്തെ പിന്നെ ഈ കറുത്ത് തടിച്ചിട്ട് ഇങ്ങനെ സാരിയൊക്കെ ചുറ്റിയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ കണ്ടീഷൻഡ് ആവുന്നുണ്ട് നമ്മൾ ചിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പുച്ഛച്ചിരി അത് ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. എന്നെ എഫക്റ്റ് ചെയ്തു അത്. പിന്നെ എന്തൊക്കെയും കല്യാണങ്ങൾ കാണുന്നുണ്ടെങ്കിലും കറുത്ത കുട്ടിയായോ ആ കുട്ടി ലേശം കറുത്തിട്ടാ, അല്ലെങ്കിൽ ആ കുട്ടി കുറച്ച് പൊക്കം കുറവാ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പല്ലിലെ ചുണ്ടിട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അതിലൊക്കെ എന്താണ് കാര്യം എന്ന് എനിക്ക് അറിയില്ല. എപ്പോഴും എന്നെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോൾ ആൻറ്റിമാർ കാണുമ്പോഴേക്കും അയ്യോ മോളെ ഫെയർ ആൻഡ് ലവ്ലി തേച്ചൂടെ എനിക്ക്. ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലിയുടെ പേര് മാറ്റിയാണ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമല്ല ഫെയർ ആൻഡ് ലവ്ലി. എപ്പോഴും ഫെയർ ആൻഡ് ലവ്ലി ദുബായിൽ നിന്നും അവിടെ നിന്നെല്ലാം കൊണ്ടുവന്നിട്ടാണ് ഞാൻ തേക്കുമായിരുന്നു. എന്നിട്ടും ഞാൻ വെളുത്തിട്ടില്ല. പക്ഷെ പിന്നെ ഞാൻ റിയലൈസ് ചെയ്ത് ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളെന്താണോ അതങ്ങ് ആയാൽ മതി. ഈ കറുത്തിട്ടോ വെളുത്തിട്ടോ തടിച്ചിട്ടോ നിങ്ങൾക്ക് എന്താണ്, ഞാൻ തടിച്ചിട്ടാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ആരോഗ്യപരമായിട്ട് ഓക്കെ പറയുമ്പോൾ കറക്റ്റാണ്. ഫിറ്റ്നസ് നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഒരാൾ കറുത്ത എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ ഒരാൾ കറുത്തവനായി ജനിക്കുന്നു, ഒരു മുസ്ലിമായി ജനിക്കുന്നു, ക്രിസ്ത്യനായി ജനിക്കുന്നു, ഹിന്ദുവായി ജനിക്കുന്നു, അതിൽ താങ്കൾക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ? ആർക്കൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് എൻ്റെ ഡാഡിൻ്റെയും മമ്മീൻ്റെയും മോളായിട്ട് വന്നിട്ട് ജനിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ കളർ ഇതായിരിക്കും ഞാനല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര വാചാലയാവാറുണ്ട്. അപ്പം ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞൊരു ഇത് വന്നപ്പം ആണ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും കൂടി നടക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാവരും ജോർജ് ഫ്ലോയിഡിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ശരി, പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം സ്റ്റേജ് ഷോസിലാണെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്, വലിയ സ്റ്റേജ് ഷോസിലൊക്കെ എപ്പോഴും ഷോസ് നടക്കുമ്പോൾ എന്നെ കാണാറില്ല, രശ്മി സതീഷിനെ കാണാറില്ല, പുഷ്പാവതിനെ കാണാറില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് കറുത്തത് കൊണ്ടായിരിക്കും. അവരൊക്കെ എന്തൊരു നല്ല ബ്രില്യൻ സിംഗേഴ്സാണ്. രശ്മിയും പുഷ്പ ചേച്ചിയൊക്കെ അവരെന്തുകൊണ്ട് വിളിക്കുന്നില്ല? പല റിയാലിറ്റി ഷോസിൽ എന്തുകൊണ്ട് കാണുന്നില്ല? അതൊക്കെ ഭയങ്കര മോശം കാര്യങ്ങളാണ്. ടാലൻ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവേണ്ടത്. അത് ഏത് മേഖലയിലാണെങ്കിലും പോലും. ഇപ്പം കലാപരമായിട്ടുള്ള മേഖല മാത്രമല്ല, കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ഇത് ഹാപ്പൺ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കി റിയലൈസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ചു, എനിക്കെന്താ അറിയില്ല. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മളെ മറ്റുള്ള ആൾക്കാരെ കൂടുതൽ വിഷമിപ്പിക്കാണ്ട് നമ്മൾ അവരെ ഒന്നുകിൽ ഉപദ്രവിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. അതല്ലേ ബേസിക്കലി ചെയ്യേണ്ടത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ റൈറ്റപ്പ് ഉണ്ട്. അതെ, ടാലൻ്റാണ് വലുത് അല്ലേ. ഒരാളുടെ കഴിവ്, അതിനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു പെണ്ണ് കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ പെണ്ണ് കറുത്തിട്ടാ, അല്ലെ കോങ്കണ്ണാണ്, അല്ലെ പല്ലിന് കുഴപ്പമുണ്ട്, കാലിന് കുഴപ്പമുണ്ട്, ഇച്ചിരി പൊക്കം കുറവാണ്, ഇത് നമ്മൾ പറയുന്നതാണ് സ്വാഭാവികമായിട്ടും അല്ലേ. ഓരോ വ്യക്തികൾക്കും കഴിവുകളുണ്ട്. ആ കഴിവിനാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. സയനോര എന്ന് പറഞ്ഞ വ്യക്തിക്ക് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഫേസ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ, ഇതുപോലെ പുറത്ത് പറയാൻ മടിച്ചും പേടിച്ചും അതുപോലെ ബാക്കോട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടെ മുന്നിട്ടിറങ്ങേണ്ടത്. അവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, മാനസികമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അവരുടെയൊക്കെ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തുള്ള ടാലൻറ്റുകളായിരിക്കും അല്ലേ. അത്രയും കഴിവുള്ള ആളുകളുണ്ട്. അവരൊക്കെ നമ്മളിപ്പോൾ ഈ കളറിൻ്റെയും അല്ലെ ഇതിൻ്റെ നിറത്തിൻ്റെയൊക്കെ പൊക്കത്തിൻ്റെയും പേര് പറഞ്ഞാൽ നമ്മൾ അവരെ അവഹേളിക്കുന്ന പറഞ്ഞാൽ അത് ഭയങ്കര ഒരു മോശപ്പെട്ട ഏർപ്പാടാണത്. ഇനിയെങ്കിലും നമ്മൾ ഈ സൊസൈറ്റി തിരിച്ചറിയണം, ഇതൊക്കെ വെറും ഒരു എന്താ പറയുക, എത്രയും തരം താഴ്ന്ന ഒരു ഏർപ്പാട് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.